Hi guys, welcome back to my channel. Squid Game Season 3 സീരീസ് കഴിഞ്ഞിട്ടാണെന്ന് ചോദിച്ചാൽ ഒരു എൻഡിങ് ഡിസപ്പോയിൻറ്റിങ് ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി എനിക്ക് ഡിസപ്പോയിൻറ്റിങ് ആണ്. മീൻസ് അത് മോശം രീതിയിലല്ല, പക്ഷേ റിയാലിറ്റി ഓഫ് ലൈഫ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. പിന്നെ ഓൾറെഡി ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് ഏറെക്കുറെ ഷുവറായിരുന്നു. ബിക്കോസ് സീസൺ 1 ഓൾറെഡി VIP പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് മറ്റുള്ള കൺട്രീസിനേക്കാളും കൊറിയയിലുള്ള സ്ക്വിഡ് ഗെയിമിനാണ് കുറച്ച് വെറൈറ്റി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. The games this edition have been amazing. Right, the contest in Korea was the best. എനിക്ക് അപ്പോഴേ ഷുവറായിരുന്നു ദാറ്റ് ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു നെക്സസ് അല്ലെങ്കിൽ വലിയൊരു ഒരു പരിപാടിയാണ്. സോ ഒരു വിൻ ചെയ്ത എമൗണ്ട്, ലൈക്ക് അവിടെ വരുന്ന കളിക്കാർക്ക് ഇത്ര അധികം ഗെയിംസ് ഉണ്ടായിട്ട് അതിലവർക്ക് വിന്നേഴ്സിന് അത്ര എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നേ വരുന്ന VIP അത്ര റിച്ച് ആയിരിക്കും, മനസ്സിലായി. സോ ആ വിൻ ചെയ്ത മണി വെച്ച് അങ്ങനത്തെ ഒരു സംഭവം ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും, നമ്മുടെ ഹീറോയിനും ഗ്യാങ്ങിന് പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് കുറച്ച് ഫൂളിഷ്നെസ് ആയി ഫീൽ ചെയ്തു. അത് കറക്റ്റ് തന്നെയായിരുന്നു. ഈ ടൈം കുറച്ചുകൂടി ക്യാരക്ടർ ഡ്രോൺ ആയിരുന്നു, കുറച്ചും കൂടി മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ക്യാരക്ടർ ഡ്രോൺ ആക്കി. ഇറ്റ് വാസ് റിയലി ട്രോമാറ്റിക്, ലൈക്ക് മെൻ്റലി ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ. ഡയറക്ടർ തന്നെയാണ് റൈറ്ററും. Man, you are a fucked up person, man. You are too cruel. Like, zero empathy for any character. എനിക്ക് ആക്ച്വലി പ്രോബ്ലമായിട്ട് ആക്ച്വലി ഫീൽ ചെയ്ത ആകെ ഒരു കാര്യം മാത്രമാണ്. ബിക്കോസ് ക്യാരക്ടർ ആർക്ക്, എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ആർക്ക് വാസ് ഗുഡ്. ലൈക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന പോയിന്റിലേക്ക് അവർ മെൻ്റലി ക്യാരക്ടർ ആർക്ക് അവർ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തെങ്കിലും അവരുടെ ലൈഫ് പൊസിഷൻ സ്റ്റിൽ സെയിം ആണ്. ലൈക്ക് നമ്മുടെ ഹീറോ സ്റ്റിൽ ഈസ് എ നോബഡി. ഇപ്പോൾ ആ കൊറിയെന്ന് വന്ന ഗേളാണെങ്കിൽ അവർ സ്റ്റിൽ ആ സെയിം ജോലി തന്നെ. നമ്മുടെ ഫ്രണ്ട് മാൻ ആണെങ്കിൽ സെയിം ജോലി തന്നെ വർക്ക് ചെയ്യുന്നു. ലിറ്ററലി എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെയാണ് അവരെ ലൈഫ് സിറ്റുവേഷൻ അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മെൻ്റലി അവർ ചേഞ്ച് ആയി. ലൈക്ക് നമ്മുടെ ഹീറോന് സ്റ്റാർട്ടിങ്ങിൽ ക്യാഷ് കൊടുത്ത് എന്തും കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ ഫ്രണ്ട് മാന് ലൈക്ക് പീപ്പിൾ വിൽ ചേഞ്ച്, പീപ്പിൾ ആർ ക്രൂവൽ, ദർ ഇസ് നോ ഹ്യൂമാനിറ്റി എന്നുള്ളൊരു ബിലീഫ് ആളുടെ തകർന്നു പോയി. സോ ക്യാരക്ടർ ആർക്ക് വാസ് ഗുഡ്, ബട്ട് ലൈഫ് സിറ്റുവേഷൻ അവിടെ തന്നെ സ്റ്റാൻഡ് ആയി. എനിക്കത് കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. കേറ്റ് ബ്ലൻചെറ്റിനെ ഇതിൽ കണ്ടത് ആക്ച്വലി ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആളാരാന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ആളാണ് നമ്മുടെ റാഗ്നറോക്കിൽ ഹൈലൈറ്റ് അഭിനയിച്ച ആക്ട്രസ്. ദിസ് സീസൺ വാസ് ഗുഡ്. ആൻഡ് ഒരു അമേരിക്കൻ വേർഷൻ, ഒരു അമേരിക്കൻ സ്ക്വിഡ് ഗെയിം ഇപ്പോൾ നൗ പ്രൊഡക്ഷനിലാന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒറ്റയ്ക്ക് ഒരാൾക്ക് അവിടെ നിന്ന് ജയിച്ച് വന്ന ഒരാൾക്ക് ആ പൈസ കൊണ്ടൊന്നും ഒരിക്കലും ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് ലൈക്ക് എ ബിഗർ ഗെയിം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.